രാഹുലിന്റെ വൃത്തികെട്ട നാക്കും രാഷ്ട്രീയ മര്യാദയില്ലായ്മയും കേരളം പലതവണ കണ്ടതാണ്. അന്ന് തിരുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ വരെ എത്തുമായിരുന്നു. ചർച്ചകളിൽ എതിരാളികളെ നിലംപരിശാക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ 4 ലൈക്കിനും 10 ഷെയറിനും പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാ, കെട്ടിയാലും കടിക്കും കെട്ടിയില്ലെങ്കിലും കടിക്കും. ഈ വിജയന്റെ ക്ലിഫ് ഹൗസിൽ വിജയനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്ന ഒരു മരപ്പട്ടി ഉണ്ടല്ലോ, ആ മരപ്പട്ടി ഇറങ്ങി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നാൽ പോലും ഒന്നും സാധിക്കില്ല. പിന്നാണല്ലോ ആ മരപ്പട്ടിയേക്കാൾ കഴിവ് കെട്ട വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. കോൺഗ്രസിന്റെ ലീഡറുടെ ഭാര്യയാണ് അയാൾ അപമാനിച്ചത്. അല്ലെങ്കിലും ഒരാളുടെ രാഷ്ട്രീയ കൂടുമാറ്റത്തെ വിമർശിക്കാൻ അവരുടെ അച്ഛനെയും അമ്മയെയും പറയുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? പിറന്ന മകളെന്നാണോ, തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഷാഫിയും രാഹുലും കളിച്ച ആ നാടകം? തന്റെ ജോലി മാത്രം ചെയ്യുകയായിരുന്ന പോലീസുകാരനോട് തട്ടിക്കയറുന്ന, നിനക്കുള്ള പാരിതോഷികം ഞാൻ തരാമെന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ അധികാരത്തിന്റെ ആൾ രൂപത്തെ മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണിയെടുക്കണമെങ്കിൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. തമിഴ്നാട്ടിൽ നിന്ന് ബംഗളൂരുവിലേക്ക്, അവിടെ നിന്ന് വയനാട്ടിലേക്ക്, പിന്നെ കാസർഗോട്ടേക്ക് ആ പഴയ പോലീസുകാരുടെ മുന്നിൽ വന്ന് പെടാതിരിക്കാൻ മാത്രം പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ നല്ല പാരിതോഷികം ഉറപ്പാണ്. പെട്ടിയെടുത്ത് നിയമസഭയിലേക്ക് എത്തിയത് മിന്നും വേഗതയിലാണ്. തനിക്ക് പകരം പാലക്കാടിനെ നയിക്കാൻ ഷാഫി കണ്ടെത്തിയ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്, പാലക്കാടിന് കോൺഗ്രസ് നൽകുന്ന സമ്മാനമെന്നാണ് ഷാഫി രാഹുലിനെ വിശേഷിപ്പിച്ചത്. പാർട്ടി ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് രാഹുൽ എന്ന് പറയുന്നത്. അത് ആ സമ്മാനത്തെ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. ആ സമ്മാനത്തെ പാലക്കാടിനുള്ള ഒരു സമ്മാനമായിട്ട് മാറ്റാൻ കഴിയും. പാലക്കാട് വോണ്ട് റിഗ്രറ്റ് അബൌട്ട് ഇറ്റ്. പാലക്കാടിന് അതിന് ഖേദിക്കേണ്ട ഒരു സാഹചര്യം കാൻഡിഡേറ്റോ UDF ഉണ്ടാക്കില്ല. രാമേന്ദ്ര അല്ലെങ്കിൽ കാര്യങ്ങൾ ചക്ക കുഴയുന്ന പോലെ കുഴയും. പാലക്കാട് മാത്രമല്ല, ഇന്ന് കേരളം മുഴുവൻ ഖേദിക്കുകയാണ്. ഇതിലും മികച്ചൊരു സമ്മാനം കോൺഗ്രസ് പാർട്ടിക്ക് ഇനി കിട്ടാനുണ്ടാകുമോ എന്ന് സംശയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും പ്രചാരണ വിഷയമാക്കാൻ കഴിയാത്ത വിധമുള്ള സമ്മാനം. രാഹുൽ മാങ്കുട്ടത്തിൽ മുങ്ങിയതിനു ശേഷം പലതവണ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടു. രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒരു വാക്ക് പോലും ഷാഫി മിണ്ടിയിട്ടില്ല. പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. പാർട്ടി എടുത്ത നടപടി എനിക്കും ബാധകമാണ്. പാർട്ടി എടുത്ത നടപടി എല്ലാവർക്കും ഒരുപോലെ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, പാർട്ടി നടപടിയും പാർട്ടി തീരുമാനത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇക്കാര്യത്തിലില്ല. പൂർണ്ണമായും പാർട്ടി നടപടിക്കൊപ്പം. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? തെറ്റ് പറ്റിയാൽ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട്, നിറയെ വഴക്ക് പറഞ്ഞ് തിരുത്തി തരാൻ ഒരു ഫോൺ കോളിനപ്പുറത്ത് ഷാഫിക്കയുണ്ടെന്ന്. ഇതൊക്കെ കണ്ടാണ് പൊളിറ്റിക്കലി മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന ഷാഫിയുടെ വാദം നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പോകുന്നത്. ഭയങ്കരം തന്നെ. ഒരു അക്ഷരം വേണ്ടിയ കുത്തി കുടലെടുക്കും ഞാൻ. ചതിയൻ ശാപം. തറവാടിത്തുള്ള കള്ളന്മാരാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.